ഹലോ മിസ് അങ്ങനെ T20 വേൾഡ് കപ്പിൽ വീണ്ടും പാകിസ്ഥാനെ തകർത്തുന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ വുമൻസ്. ഇന്നലെ എച്ച് ബാഷനിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ വുമൻസ് 64 റൺസിനാണ് പാകിസ്ഥാൻ വുമൻസിനെ തോൽപ്പിച്ചത്. പാകിസ്ഥാനി ബാറ്റർമാരെ കറക്കി വീഴ്ത്തിയ ദീപ്തി ശർമ്മയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. 5 പാകിസ്ഥാനി ബാറ്റർമാരെയാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ ദീപ്തി ശർമ്മ എറിഞ്ഞു വീഴ്ത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന പാകിസ്ഥാൻ വുമൻ വേഴ്സസ് ഇന്ത്യ വുമൻസ് മത്സരത്തിലേക്ക് വരാം. അതിനു മുമ്പ് വീഡിയോ തുടർന്ന് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക. മത്സരത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ആസ് യൂഷ്വൽ ബാറ്റിംഗ് ഓപ്പണേഴ്സായിട്ട് വന്നത് ഷഫാലി വർമ്മയും സ്മൃതി മന്ദനും കൂടിയാണ്. ഷഫാലി വർമ്മ ആദ്യ ബോളിൽ തന്നെ സദ്ദ ഇക്ബാലിനെ 6 റണ്ണിന് തൂക്കിയെങ്കിലും ആ ഓവറിൽ തന്നെ സദ്ദ ഇക്ബാലിന് വിക്കറ്റ് നൽകി മടങ്ങുകയായിരുന്നു. പിന്നീട് 1 ഡൗണായി വന്ന ജമീമ റോഡ്രിഗസിനെയും പാകിസ്ഥാനി ബോളർമാർ പെട്ടെന്ന് തന്നെ മടക്കിയോടുകൂടി ഇന്ത്യൻ ബാറ്റിംഗ് ചെറിയതായൊന്ന് സ്ട്രഗിൾഡായി. എന്നാൽ 3ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും അതുപോലെ തന്നെ സ്മൃതി മന്ദനും ചേർന്ന് ഇന്ത്യൻ ഇന്നിങ്സിനെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ കരകയറ്റുകയായിരുന്നു. 3ാം വിക്കറ്റിൽ ഇരുവരും കൂടി ചേർന്ന് 91 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെ ഹർമൻപ്രീത് കൗർ മറ്റൊരു റെക്കോർഡ് ഇന്നലെ വേദിക്കുണ്ടായിരുന്നു. T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന താരമെന്ന മിത്താലി രാജിൻ്റെ റെക്കോർഡാണ് ഇന്നലെ ഹർമൻപ്രീത് മറികടന്നത്. 726 എന്ന മിത്താലി രാജിൻ്റെ ആ ഒരു റെക്കോർഡ് സ്കോർ ഇന്നലെ ഹർമൻപ്രീത് മറികടക്കുകയായിരുന്നു. 14ാം ഓവറിൽ പാകിസ്ഥാനി ബോളറായ റമീൻ ഷമി സ്മൃതി മന്ദനെ പുറത്താക്കി പാകിസ്ഥാനൊരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. സ്മൃതി മന്ദന ഇന്നലെ 44 പന്തിൽ 9 4ഉം 2 6ഉം ഉൾപ്പെടെ 68 റൺസാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. ഇന്ത്യയുടെ ടോപ്പ് സ്കോററായിരുന്നു. പിന്നാലെ ഭാരതി ഫുൾമാലിയ സാദി ഇക്ബാൽ അതുപോലെ തന്നെ 17ാം ഓവറിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനെ ഫാത്തിമ സനയും വീഴ്ത്തിയോടുകൂടി ഇന്ത്യൻ ബാറ്റിംഗ് വീണ്ടും പരുങ്ങില്ലാവുകയായിരുന്നു. അങ്ങനെ 123-5 എന്ന നിലയിൽ വീണ ഇന്ത്യൻ ബാറ്റിങ്ങിനെ 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ദീപ്തി ശർമ്മയും ഋച്ച ഘോഷും ചേർന്ന് 170ലേക്ക് എത്തിക്കുകയായിരുന്നു. 45 റൺസാണ് ഇരുവരും കൂടി 6ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഋച്ച ഘോഷിൻ്റെ ഒരു ബാറ്റിംഗ് ക്യാമിയോ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. 17 പന്തിൽ നിന്നാണ് 5 4ഉം 1 6ഉം ഉൾപ്പെടെ 34 റൺസ് എടുത്ത് നല്ലൊരു ഡിലൻ ഫിനിഷിങ് ഇന്ത്യക്ക് വേണ്ടി നടത്തി. അങ്ങനെ പാകിസ്ഥാന് മുന്നിൽ 171 എന്നൊരു ടാർഗറ്റ് ഇന്ത്യ വയ്ക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ 170 എന്ന സ്കോർ ചേസ് ചെയ്യാനായി പാകിസ്ഥാനി ബാറ്റർമാരായിട്ട് മുനീബ അലിയും അതുപോലെ തന്നെ ഗൽ ഫറോസയും ഓപ്പണേഴ്സായിട്ട് വരുന്നു. തുടക്കം നന്നായി തന്നെയാണ് പാകിസ്ഥാൻ ബാറ്റർമാർ തുടങ്ങിയത്. ആദ്യ വിക്കറ്റിൽ തന്നെ ഇരുവരും കൂടി 38 റൺസാണ് പാകിസ്ഥാന് വേണ്ടി കൂട്ടിച്ചേർത്തത്. തുടക്കത്തിലെ ഇരുവരെയും ഓപ്പണേഴ്സിനെ പുറത്താകാൻ കിട്ടിയ ഒരു കപ്പിൾ ഓഫ് ചാൻസസ് ഇന്ത്യൻ ഫീൽഡേഴ്സ് മിസ്സാക്കിയായിരുന്നു. അതായത് ഒരു കീപ്പർ ക്യാച്ച് ഋച്ചാഘോഷ് മിസ്സാക്കി. പവർ പ്ലേയിലെ 5ാം ഓവറിൽ ഗൾഫ് ഫെഡോസെ പുറത്താക്കി ദീപ്തി ശർമ്മ തന്നെയാണ് പാകിസ്ഥാനെതിരെയുള്ള ആദ്യ വെടിപൊട്ടിച്ചത്. ആയിഷ സഫാറിനെയും സൈറ ജാബിനെയും പെട്ടെന്ന് തന്നെ മുടക്കി വീണ്ടും ദീപ്തി ശർമ്മയും അതുപോലെ തന്നെ ശ്രീചരണിയും. പാകിസ്ഥാനി ഇന്നിങ്സിൻ്റെ ആദ്യ 10 ഓവർ കഴിയുമ്പോൾ ഏകദേശം 75-3 എന്ന നിലയിൽ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട നിലയിലായിരുന്നു. പക്ഷേ വിക്കറ്റ് കീപ്പർ അതായത് ഓപ്പണറായ മുബീൻ അലിയെ പുറത്താക്കി ദീപ്തി ശർമ്മ തന്നെ ഒരു റണ്ണൗട്ടിലൂടെയാണ് മുബീൻ അലിയെ പുറത്താക്കിയത്. അതോടുകൂടി പാകിസ്ഥാൻ ബാറ്റിങ്ങിൻ്റെ പതനം തുടങ്ങുകയായിരുന്നു. 35 പന്തിൽ 5 4 ഉൾപ്പെടെ 41 റൺസ് നേടിയ മുബീൻ അലിയാണ് പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറായത്. മുബീൻ അലി പോയതോടുകൂടി പാകിസ്ഥാനി ബാറ്റിങ്ങിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് കണ്ടതൊരു ക്യാച്ചിങ് പ്രാക്ടീസ് പോലെയായിരുന്നു. പാകിസ്ഥാനി ബാറ്റർമാർ വരുന്നു, ക്യാച്ച് നൽകുന്നു, പോകുന്നു. അതായത് ഫീൽഡർമാരിലേക്ക് പന്തടിച്ച് കൊടുത്ത് ക്യാച്ച് നൽകി മടങ്ങുന്ന കാഴ്ചകളാണ് പിന്നെ കണ്ടത്. കൃത്യമായ ഇടവേളകളിൽ അങ്ങനെ വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ അപകടകാരിയായത് നമ്മുടെ ദീപ്തി ശർമ്മ തന്നെയാണ്. അവസാന ഓവറിൽ 3 പാകിസ്ഥാനി ബാറ്റർമാരെ പുറത്തേക്കാണ് ഇന്ത്യക്ക് ആധികാരികമായ വിജയം നേടിക്കൊടുത്തത്. അങ്ങനെ 106 റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 17 ഓവറിൽ ഇന്നത്തെ മത്സരം ഇന്ത്യ അവസാനിപ്പിച്ചു. 4 ഓവറിൽ വെറും 10 റൺസ് മാത്രം ഇട്ട് വേണമെങ്കിലാണ് ദീപ്തി ശർമ്മ ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി 5 വിക്കറ്റ് നേടിയത്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ചാണ് ചെയ്തത്. അങ്ങനെ ഇന്നലത്തെ പാകിസ്ഥാനെതിരെ മത്സരം ജയിച്ചതോടുകൂടി ഇന്ത്യ T20 വേൾഡ് കപ്പിലെ ആദ്യ മത്സരം ജയിച്ചൊരു 2 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത മത്സരം 17-ന് നെതർലാൻഡ്സിനെതിരെയാണ്. അപ്പോൾ അടുത്ത മത്സരം ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ അടുത്ത ഒരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും